കണ്ടെയ്നറുമായി കപ്പൽ മറിയുന്ന സമയത്ത് ഇത് കണ്ട ഒരു ദൃക്സാക്ഷി നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം അവിടെ മത്സ്യബന്ധനത്തിലായിരുന്നു. ചേട്ടാ, എന്താ പേര്? എൻ്റെ പേര് രഞ്ജിത്ത്. ഇതെങ്ങനെയായിരുന്നു നിങ്ങളിത് കാണുന്ന ആ സമയത്ത് ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് ഒരു 9:43 ഓടുന്നു. അതായത് നമ്മുടെ ഈ ആലപ്പുഴയ്ക്ക് വടക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. പടിഞ്ഞാറ് 43 വെള്ളമാണ് അതിരെ. അന്നേരം ഞങ്ങൾ ഈ കപ്പൽ ഞങ്ങളുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോയി. അത് ഞാൻ മൊബൈലിൽ പിടിച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നത്. ഇത് നേരം മറിഞ്ഞിട്ട് ചരിഞ്ഞിട്ടാണുള്ളത്. പക്ഷേ മറിഞ്ഞ് പോയിട്ടില്ല. ചരിഞ്ഞിട്ട് ഇങ്ങനെ പതിയെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ നമ്മുടെ ഈ കൺമറയുന്നവരെ നമ്മൾ കുറേ അകലെ വരെ ഈ സംഭവം ഇങ്ങനെ ചരിഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കപ്പൽ. നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ചരിയും വീഴും, ഇതൊരു അപകട സാധ്യതയിൽ നേരെ ഓടിക്കൊണ്ടിരുന്നത്. ഏത് നിമിഷം ഇത് മറിഞ്ഞ് പോകാം ഒരു കണ്ടീഷനായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിരുന്നോ? ഇത്ര അവിടുന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമൊന്നും കിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കണ്ടപ്പോൾ സ്ഥിതിയാണ് നമ്മൾ ഈ മൊബൈലിൽ ഇത് പിടിച്ചത്. അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ നിറയെ കണ്ടെയ്നറുകളുമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു അവസ്ഥ? നിങ്ങൾക്ക് ആ ഒരു ഭീകരമായ അവസ്ഥയായിരുന്നല്ലോ. നിങ്ങളത് മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ച് ഓർത്തൊക്കെപ്പോഴൊക്കെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഇത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നത് നല്ല ബോധ്യമായി നമുക്ക്. അതെ. അപ്പോഴും നിങ്ങൾ ഈ വിവരം മറ്റാരെങ്കിലും അറിയിച്ചിരുന്നോ? ഇല്ല, അറിയിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ തന്നെ കാലാവസ്ഥ പോലെ പറയാം ഇത് മോശമായതുകൊണ്ട് ഞങ്ങളത് കരയ്ക്കോട്ട് പോയിട്ട് വരികയായിരുന്നു നേരം. അതെ, അതായത് ഞങ്ങൾ പറയും കൊച്ചി തീരത്തേക്ക് ഇറങ്ങി കപ്പൽ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അത് നമ്മളത് കൺമറയുന്നവർ ഈ സംഭവം മറിഞ്ഞ് പോയിട്ടില്ലായിരുന്നു നേരം. അത് 9:43 ഓടത്തെന്ന് പറയും. അതായത് പൊസിഷൻ, ഈ GPS പൊസിഷൻ ഞാൻ പറയുന്നത്. ഈ പൊസിഷൻ പറിച്ചു പറയുകയാണെങ്കിൽ ഈ മറിഞ്ഞ സ്ഥലവും ഈ സ്ഥലവും തമ്മിൽ എത്ര ദൂരം അല്ലെങ്കിൽ എത്ര നോട്ടിക്കൽ മൈൽ? ഒരുപാട് വ്യത്യാസം വരും അതെന്ന് പറയുമ്പോൾ. മറിഞ്ഞെന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പൊസിഷൻ പറഞ്ഞിട്ടില്ല നമുക്ക്. അത് നമുക്ക് കൺഫേം ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല, അറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. എങ്കിലും ഇത് ഒരുപാട് അവിടെ നിന്നും നിങ്ങൾ കണ്ട സ്ഥലത്തു നിന്നും ഒരുപാട് പോയതിന് ശേഷമാണ് മറിയുന്നത്. അതെ. ഈ കപ്പൽ മറിഞ്ഞു പോകുന്ന പറഞ്ഞ ഒരുപാട് അകലെയായിട്ടായിട്ട് 43 ഓർത്ത് വെച്ച് ഞങ്ങൾ സംഭവം കാണുന്നത് പാസ് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ പിടിക്കുന്നത്. നമ്മൾ കുറേ അകലെ പോകുന്നവരെ നമ്മളത് കാണുന്നുണ്ട്. കപ്പൽ പതുക്കെ ഓടിപ്പോയിക്കുന്നത്, വളരെ പതിയാണ് ഓടിക്കുന്നത്. സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പൽ ഉറപ്പായിട്ട് അന്നേരം അവിടെ മറിഞ്ഞു പോകാനായിരുന്നു.